കഴിഞ്ഞ ദിവസം നമ്മൾ കിഴങ്ങൊക്കെ നട്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ചേന നടാം. ചേന മുറിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് പഴയ ആളുകൾ പറയുന്നത് നടാനുള്ള ചേന ഒരു മൂട്ടിൽ 1 കിലോ എങ്കിലും തൂക്കം വേണമെന്ന്. ഇത് 1 കിലോ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതിനെ അങ്ങ് നാലായിട്ട് മുറിച്ചു കാണും. 1 കിലോ കാണും. ഇതിപ്പോൾ ഒരു മുട്ടിലേക്കായി മുറിക്കുമ്പോൾ ഈ ഭാഗം ഉണ്ടാവണം. കാരണം ഇവിടുന്ന് ഈ മുള പൊട്ടി വരുന്നത്. ഇപ്പോൾ നമുക്ക് 4 മൂട്ടിലേക്കുള്ള ചേന. ഇത് ചാരം. നമ്മൾ ചാരം ഒന്ന് പുരട്ടി വെക്കും. അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ പരിപാടി. ഈ മക്കളെ ഈ 2 കൂടെ എടുത്തേ. ഞാൻ എടുക്കണോ? ഇതാണോ നിങ്ങൾ വെട്ടി വെച്ചേ? ഞങ്ങൾ ജോലിക്ക് പോയേക്കുമായിരുന്നു. ഇവര് ഇത് ചേനയില്ലയോ? എന്റെ ഈ പറച്ചിലും കൊണ്ട് ആൾക്കാർ പറയുന്നത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഓരോന്ന് ചെയ്യുന്നത്. പക്ഷേ ചെറിയൊരു സത്യം ഉണ്ടെങ്കിലും അവർക്കിതൊന്നും അറിയത്തില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഇവര് ചേമ്പും കിഴങ്ങും നട്ടല്ലേ. അപ്പൊ ഇന്ന് ഞങ്ങള് ചേന നടാൻ പോവാ. അതിന് കുഞ്ഞില വന്നുണ്ടോ? കുഞ്ഞിലയൊക്കെ വന്നു കഴിഞ്ഞ ദിവസം വെച്ചതിന്. ഇവര് കുഴിയൊക്കെ എടുത്തിട്ടിട്ടുണ്ടല്ലോ. ആര് കുഴിയൊക്കെ ഇന്നലെ അവൻ എടുത്തിട്ടുണ്ടോ? ഓ സെറ്റ്. കയ്യിലൊക്കെ ആവുന്നു. അത് ചാരം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ വളം കിട്ടാൻ വേണ്ടി അമ്മ ഇച്ചിരി പട്ടിത്തീട്ട മിക്സ് ചെയ്തിട്ടുണ്ട്. ഏയ് പട്ടിത്തീട്ടത്തിന് ഇങ്ങനല്ല. ഒരെണ്ണം അതേ വെക്കടി മക്കളെ, അതിന്റെ അടുത്ത് വെക്ക്. ഒരെണ്ണം എന്താണ്ടാവും നിൽക്കുന്നതിന്റെ അടുത്ത് വെച്ച് ഇത് വെച്ചാ മതിയോ? ആ കുഴിയുടെ സൈഡിലങ്ങ് വെച്ചാൽ മതി. അമ്മ ഇന്ന് സൂപ്പർവൈസിങ് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് കാല് വയ്യ. അമ്മ അയ്യം പുഷ്ടിക്കാൻ ഇറങ്ങി അമ്മയുടെ മുട്ടും കാലും ഒക്കെ പോയി. എന്നാലും അഹങ്കാരത്തിനൊരു കുറവില്ല. എന്തായാലും പോയില്ലേ, ഇനി പടങ്ങി അടങ്ങാനും. പുതിയ ആൾക്കാർ വന്ന് വിട്ടുകൊടു. ഇപ്പോഴും പിടിച്ചോണ്ടിരിക്കുക. ചെയ്തോട്ടെ. കിരീടവും ചെങ്കോലും ഒക്കെ. എന്റെ ഒരു കിരീടവും ഇല്ല, ചെങ്കോലും ഇല്ല. നാളെ ഞങ്ങള് ഒപ്പിടാൻ പോവാ. അല്ല എനിക്ക് എഴുതി തരാൻ പോവാ ഇതെല്ലാം. എഴുതി കൊടുക്കും മൊത്തം. ഞാനിനി എന്തോ അതിന് പറയുന്നേ, മറ്റേ ഭൂമി ഉള്ളവർക്ക് എന്ത് പറയുന്നേ, ഭൂസ്വത്തൊക്കെ ഉള്ള ഉടമ, ലാൻഡ് ലോഡാണ്. അതെ. എന്തുവാടേ, ജോലിയൊക്കെ രാജിവെക്കാൻ പോവാ. എന്നിട്ട് ഇതിനകത്ത് കൃഷി ചെയ്യാന് കിട്ടും. അത് തന്നെയല്ല, നീ കൃഷി ചെയ്യും. എന്താ ഞാൻ കൃഷി ചെയ്തെന്താടാ? നമുക്ക് കൃഷി ചെയ്യാലോ. പിന്നെന്താ എന്താ എല്ലാരും പോയി AC റൂമിൽ ഇരുന്ന് ജോലി ചെയ്താൽ മതിയോ? എല്ലാരും നമ്മൾ മണ്ണിനെ സ്നേഹിച്ചിങ്ങോട്ട് ജോലിക്ക് ഇറങ്ങാം. അതെ, ഇതാവുമ്പോ ആരുടെ വായിരിക്കുന്നൊന്നും കേൾക്കണ്ടല്ലോ. നമ്മളിനി ഇവിടെ മൊത്തം കൃഷി ഇടാൻ പോകും. അതെ, ഈ വർഷം 2026 ഞങ്ങളുടെ മിഷനാണ് മൊത്തം എന്തെങ്കിലുമൊക്കെ വെച്ച് നിറയ്ക്കുക. എന്തെങ്കിലുമൊക്കെ അല്ല, കൃഷിയോഗ്യമായ ഐറ്റംസ് അല്ല. അതിനാണ് നമ്മളിപ്പോൾ പോച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമ്മളിവിടെ ഓരോ വിളകളായി നിറയ്ക്കുന്നതായിരിക്കും. അപ്പായി ഇതോ വരുന്നു. അപ്പായി അറിഞ്ഞോടാ, അമ്മ എനിക്ക് എഴുതി തന്നു. അപ്പൊ അറിഞ്ഞായിരുന്നോ? അവക്ക് എഴുതി കൊടുത്തു അമ്മ ഈ പ്ലോട്ടും ഇതെല്ലാം. അതിപ്പോ എഴുതി കൊടുത്തല്ല, കൊടുക്കാൻ പോവാ. എടാ, ഈ സെക്രട്ടേറിയറ്റ് ആർക്ക് വേണേലും ആർക്കും എഴുതി കൊടുക്കാം. അതൊരു വിഷയമുള്ള കാര്യമേ അല്ല. മനസ്സിലായോ? ഇവരൊക്കെ ഇപ്പൊ കുറച്ചു നാളും കൂടെ ഒക്കെ ഉള്ളു ഗ്യാരണ്ടി. അമ്മയുടെ മുട്ട് പോയി, അപ്പായുടെ എന്തൊക്കെയോ പോയി കിടക്കുക. നോക്കാം. അല്ല, അവിടെ ഒരു ആഗ്രഹമേ കൊള്ളാമല്ലോ. നമ്മളെ കൊണ്ടൊക്കെ ഇത്രയൊക്കെ പറ്റും. വളം എടുത്തോണ്ട് ഇതിന്റെ പരിപാടി എന്തൊക്കെയാണെന്ന് പറയാമേ. വളം എടുത്ത് കുറച്ച് വാരി കൊണ്ടുവന്ന് പൊടി എല്ലാം കൂടെ ഉണ്ടല്ലോ, അത് ഇതിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട് മണ്ണ് കൂടി ഇട്ടൊന്ന് ഇളക്കണം. അതൊക്കെ അപ്പായി ഇളക്കി വെച്ച് അതിന്റെ അകത്തോട്ട് ചേന നടുക. ചേന ഞാൻ നടാം. ഈ അപ്പായിക്കൊന്നും അറിയത്തില്ല, ഇത് മനസ്സിലായില്ലേ? അമ്മ ഇവിടെ കാലൊക്കെ വയ്യാതെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ അടഞ്ഞെല്ലാരും. ഞങ്ങൾ പഠിപ്പിക്കും അമ്മ. ഇനി വേണം അപ്പായി എല്ലാം പഠിക്കാൻ. ഞാൻ പഠിച്ചിട്ട് നേരെ നടന്ന ഞാൻ മറിഞ്ഞു വീഴും. അന്നേരം ഇനി പഠിക്കാൻ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇത്രയുള്ള ഇവരുടെയൊക്കെ ഗ്യാരണ്ടി. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് പഠിക്കാതെ ഞങ്ങൾ വിചാരിച്ചു. ഓക്കെ, എന്നിട്ട് വളം ഇതിന്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് പറയാമേ. വളം ഇതിന്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് പിന്നെ എന്താ പരിപാടി? എടാ, മണ്ണ് ഇച്ചിരി ഇട്ട് രണ്ടും കൂടെ വളവും എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. അതിന്റെ അകത്തോട്ട് ഈ ചേന അങ്ങ് നടുക. നട്ടേച്ച് അതിന്റെ പുറത്തോട്ട് ഇതാണ്ട് ഞാൻ കരിയില വാരി കൊണ്ട് വെച്ചായിരുന്നു. അതിന്റെ പുറത്തോട്ട് കരിയില വാരിയിട്ട് 4 വശത്ത് ഇച്ചിരി മണ്ണും ഒന്നിട്ട് അതാണ് നമ്മുടെ പരിപാടി. ചേന നട്ട് കഴിഞ്ഞു, പ്രതിഷ്ഠിച്ചു. അമ്മ ഇതിൽ നിൽക്കുന്ന ചേന ഏതാ? ഇല്ലല്ലേ ഉള്ളയാണോ? ഇവിടെ ഇല്ല ചേന. ചേന ഇല്ലയോ? ഇല്ല. ഈ ഇല ചേമ്പാണോ? അത് ചേമ്പാ. അപ്പൊ ചേന ഏതാ? ചേന വിടർന്ന ഇല ഉള്ള. ഇല്ല, കാണുന്ന ഇല വെച്ചിട്ടാ കേട്ടോ, അത് ചേമ്പാണ്. UK ആണ്. അവിടെ ഇതൊന്നും ഇല്ല. യുണൈറ്റഡ് കൂടൽ. വളമൊക്കെ ഇട്ടു. അമ്മേ, ഞാൻ നല്ലതായിട്ട് ജോലി ചെയ്താൽ എല്ലാം എഴുതി എനിക്ക് തരുമോ? നീ ഇതെല്ലാം എഴുതി തന്നിട്ട് നീ എന്തോ എടുക്കാനാ? വിൽക്കാൻ. ഇത് വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് ഇന്റർനാഷണൽ ട്രിപ്പിന് പോകാൻ. അങ്ങനെ
എങ്ങനെ ഉണ്ടമ്മ ഞങ്ങളുടെ ഐഡിയ? കൊള്ളാവോ? എന്തത് ചാരല്ലേ? ഉണ്ട്. മതി മതി. ഇനി ആ മണ്ണ് അങ്ങോട്ട് ചേനക്കൊക്കെ വലിയ വലിപ്പം. അതെ, ഞാൻ ചെയ്ത ചേന 4 കിലോ ആണ്, നീ ചെയ്ത ചെയ്യത്തില്ല. 1/2 കിലോയും കാണും. അല്ല പോട്ടെ, 1/2 കിലോ എങ്കിലും ഉണ്ടാവുന്നുണ്ടല്ലോ. ഈ 4 കിലോ എന്ന് പറയുന്നത് ഇതാ ഇമാജിനേഷനാ. ഇമാജിനേഷൻ അല്ല. എന്നിട്ട് ഞാൻ ഇതുവരെ വന്നിട്ട് കണ്ടിട്ടില്ലല്ലോ 4 കിലോ. പുഴുങ്ങി തിന്നൊക്കെ ഞാൻ ചെയ്ത 4 കിലോ ചുമ്മാ തള്ളല്. ഏത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവരുടെ അടിയിൽ ഞാൻ ഇടപെടേണ്ടി വരും എന്നാണ് തോന്നുന്നത്. തിരുവനന്തപുരത്തോട്ടൊന്നും അവൾ ഈ ചവിട്ടി നടക്കുന്നത് മൊത്തം ചേമ്പിന്റെ അകത്തൂടെ കേട്ടോ. അതിനെന്താ, അതിന്റെ അടിയിലല്ലേ ചേമ്പ്? ഞാനിപ്പോ കണ്ടോണേ. നിങ്ങൾ കുഴിച്ചല്ലേ വിട്ട? വെള്ളാണോ വെച്ചേ? അയ്യോ, ചേന വെച്ചില്ല. നീ അവിടെ നിക്കടി പെണ്ണേ. എവിടുന്ന് കിട്ടിയടാ ഇതിന്? ഇച്ചിരി പാട് വിട്ടമ്മ. എന്താ അപ്പൊ അവര് അണപ്പൊക്കെ? ഒരു കാര്യം ചെയ്, നീ മേടിച്ച് ചെയ്. അത് ശരി. പപ്പ ചിലപ്പോ ഇവിടെ ഉരുണ്ട് വീഴും. പിന്നെ കുനിഞ്ഞു നിന്നിട്ട് വേല കാണിച്ച പപ്പ കുനിഞ്ഞ് നിന്നാ ഉരുണ്ട് വീഴും. അതെന്താന്ന് അറിയത്തില്ല. നേരെ നിന്നാ മറിഞ്ഞു വീഴും. കർഷകനാ, കള പറിക്കാൻ ഇറങ്ങിയതാ. ആയുധം കൈമാറി. എന്നാ പിന്നെ ഈ ചേനയും കൂടെ ഇതിലിട്ടങ്ങ് ഇളക്കട്ടെ. അതാ ഞാൻ മുമ്പേ പറഞ്ഞേ, ഇവർക്കൊന്നും അറിയത്തില്ല. നമ്മൾ ആധുനിക രീതിയിൽ കൃഷി ചെയ്യുന്ന എങ്ങനെയാന്ന് ഇവരെ പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഇവനെ ഓക്കേടാ, അടുത്ത ദിവസം. ഇന്നിപ്പോ സമയമില്ല. ഇനി സമയമുണ്ടല്ലോ, നമുക്ക് ഇവിടെ എല്ലാം നിറയ്ക്കണ്ടേ. അതെ അതെ അതെ, നമ്മുടെ കൃഷികളെല്ലാം നമ്മൾ തന്നെയാ ചെയ്യുന്നില്ലേ? അതെ അതെ, അങ്ങനെ ഒരു കാര്യമുണ്ട്. ചെയ്യത്തില്ല. നമ്മുടെ കൃഷിന് നമ്മളല്ലാതെ വല്ലവനെ കൊണ്ട് നടത്താൻ പറ്റും. പൊതുവെ അങ്ങനെ എല്ലായിടത്തും. അപ്പൊ അത് വല്ലവന്റെ കൃഷി ആവത്തില്ലേ? പിന്നെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലായിരുന്നു കൃഷി ചെയ്ത്. ആളിനെ നിർത്തിയല്ലോടാ എല്ലാരും ചെയ്യിപ്പിക്കുന്നത്. എന്തുവാടാ ഞാനത് മിക്സ് ചെയ്തോണ്ടിരുന്നപ്പോ അറിയാവോ? അവക്കൊരാഗ്രഹം, അവക്ക് ചെയ്യണമെന്ന്. കൂടുതൽ ചേന ഉണ്ടായിരുന്നു മക്കളെ. കൂടുതൽ ചേനയോ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. എന്തോന്നുള്ള, പക്ഷെ അവിടെ പന്നിയുണ്ട്, പന്നി. അപ്പൊ പന്നികൾ അവിടെ ഒന്നും വെക്കത്തില്ല. ഇല്ല, ഇപ്പൊ ഇവിടെ വന്നല്ലോ പന്നിക്കുട്ടൻ. അടുത്ത് നമ്മൾ ചേന വെക്കൽ ചടങ്ങിലേക്ക് കടക്കുകയാണ്. അതിനായി നമ്മൾ ബഹുമാനത്തോടെ നമ്മുടെ 60 വയസ്സ് പൂർത്തിയായ അമ്മയെ ക്ഷണിക്കും. ഇത്തരണത്തിൽ അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. 60 വയസ്സോ? കുഴപ്പമില്ല. 70 വയസ്സായി നീ എപ്പോഴാ ചേന വെക്കാം. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. എനിക്കൊരു പ്രശ്നമില്ല. 60 എന്നാ അത് പറഞ്ഞത് അങ്ങ് പ്രശ്നമായി. അപ്പോഴത്തേക്ക് അങ്ങ് എക്സ്പ്ലനേഷൻ ചെയ്യാം. വെക്ക് വെച്ചാ മതി. ഇത്ര കുഞ്ഞ് എഫേർട്ട് ഒന്നും എടുക്കണ്ട. ഞങ്ങൾ വെച്ചാൽ കിളിച്ചില്ലെങ്കിലും അമ്മ വെച്ചാൽ കിളിച്ചാലോ എന്ന് വിചാരിച്ചാൽ പൊതുവെ ഇവിടെ ചേന വെക്കുന്നത് മണ്ടഭാഗം വെള്ളായില്ലേ? ഓ, അത് പറഞ്ഞത് കാര്യമായി. അല്ലെങ്കിൽ ഇതുകൊണ്ട് അടുത്തതിൽ അവളായിരുന്നു വെക്കാൻ പോകണ്ട, മിക്കവാറും അവള് കുനിച്ചിട്ടേന്. ഓ, ഇങ്ങനെയാണല്ലേ ചേന വെക്കുന്നത്. അമ്മ വെച്ചാൽ പൊതുവെ സാധനങ്ങൾ കിളിച്ചു വരുന്നു. എന്നാ ഇപ്രാവശ്യം ഇനി അവളെ കൊണ്ട് 2 എണ്ണം വെപ്പിച്ച് നോക്കാം. കാരണം നമ്മളിനി വാങ്ങിക്കുമല്ലോ, അത് വെക്കണ്ട ഇവിടെ മൊത്തം. എന്തായാലും ചേനയൊക്കെ വെച്ച് ഒരു കൂനയൊക്കെ ഉണ്ടാക്കി ഇട്ടു. കണ്ട കരിയിലിടണോ? മണ്ണൊക്കെ ഇട്ട് മൂടി. ഇതുവഴി കിളിച്ചൊക്കെ വരുമായിരിക്കും ഇല്ലയോ? അമ്മ ഇങ്ങനെ 2ാമത്തെ മൂടി ചേനയും വെച്ചിരിക്കുന്നു. ഇനി ഞാൻ വെക്കാൻ പോവാം. അതെ, നമ്മുടെ 3ാമത്തെ നമ്മൾ കുത്തി അങ്ങ് ഇറക്കിയിട്ടുണ്ട്. ഇതായിരിക്കും കിളിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു അമ്മയ്ക്ക് ഇപ്പോഴേ പേടിയാ എന്നെ. അപ്പൊ ഇനി അടുത്ത് വെക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ചേന വെക്കുന്നത്. അപ്പൊ എനിക്ക് അത് ഇളക്കാൻ ധൃതിയായി. തട്ടി ഇളക്കാനേ മുമ്പ് പറഞ്ഞ തട്ടി ഇളക്കി. അതെ, ഇതിന് തൊട്ട് മുന്നേ വെച്ചത് അപ്പായി തട്ടി ഇളക്കിയിട്ട് നിൽക്കുവാണ്. എന്നിട്ട് പറയാ ഞാൻ വെച്ചത് കിളിച്ചാലോ, അതുകൊണ്ട് ഭാര്യക്ക് ഫേവർ ചെയ്തതാ. അതെ, ഇടീ ഇത് വെച്ച് കിളിച്ചു കഴിഞ്ഞാൽ നിനക്ക് പണിയാവും. അതുകൊണ്ട് ഞാൻ തട്ടി ഇളക്കി. ഇല്ല, അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടാ ഈ അനങ്ങാതെ നിന്നിട്ട് ഒരു തരത്തിൽ വെക്കാത്തോണ്ട് അമ്മ ചാടി ഇറങ്ങിയൊക്കെ വരുവാ വീണ്ടും. ഇത് മൊത്തം അമ്മയ്ക്ക് തന്നെ ചെയ്യണം. ഇതൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എവിടെ ആ ചേന വെച്ചേ, കാണുന്നില്ല. അത് അതിനൊരു വൃത്തിയൊന്നുമില്ല. അപ്പൊ ഞങ്ങള് ചേനയൊക്കെ വെച്ച് ക്ഷീണിച്ചിരിക്കുവാണ്. മുഖത്ത് കാണാനുണ്ട്. ശരി, ഇരുട്ടി. നമ്മള് വെയിലൊന്ന് താന്നിട്ട് ഇറങ്ങിയതാ, വെയിലോടെ ഇറങ്ങാതെ. അപ്പോ ഇന്ന് നമ്മള് കുറച്ച് ചേനയൊക്കെ വെച്ചു. കഴിഞ്ഞ ദിവസം കുറച്ച് കിഴങ്ങും എന്തൊക്കെയോ വെച്ചു. എന്തൊക്കെയോ അവര് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പലതും വെക്കാൻ കിടക്കുന്നു. അതെ, അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് അപ്പ എന്തോ അപ്പായി കമ്പും പിടിച്ചോണ്ട് സ്റ്റഡിയായിട്ട് ഞാൻ എന്റെ തെങ്ങ് നോക്കിയോ? അതെ, എന്തോ ഇവിടെ നിൽക്കുന്നു, എവിടോ നിൽക്കുന്നു. എന്തുവാണോ? ഇനിയും തീർന്നിട്ടില്ല നമ്മുടെ ഈ കൃഷികള്. ഇനി നമുക്ക് കപ്പയുണ്ട്, ഇനി പിന്നെ കാച്ചില്,
വെട്ടിയേമ്പ് ചേമ്പുണ്ട് എല്ലാം നമ്മളിങ്ങനെ കുറേശ്ശെ ചെയ്യും. പിന്നെ അമ്മയുടെ മുട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ട് അപ്പായി ഇതും കൊണ്ട് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കേണ്ടി വരും. ആ പാവം. അല്ല എനിക്കും പ്രശ്നമാണ്. എന്തോ അതിന് പറയുന്നത് വെർട്ടിബ്ര എന്താണ് വെർട്ടിബ്രേറ്റ് പോയി കിടക്കുക. സെർവെല്ലാം മിഡിലെല്ലാം. എല്ലാം പോയി കിടക്കുക. ഇപ്പൊ അനങ്ങാതെ നിൽക്കില്ല. നേരത്തെ പിന്നെ ഭയങ്കര അനക്കമായിരുന്നു. മിക്കവാറും ഇത് എന്റെ തലയിൽ ഇരിക്കും, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ ഇനി അപ്പായി എന്തെങ്കിലുമൊക്കെ വെക്കുമായിരിക്കും. അപ്പൊ ഞങ്ങൾ സൈഡിൽ കൂടെ വന്ന് വെച്ചോളാം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. ബൈ.